ഒരുപക്ഷെ നിങ്ങളുടെ മൈൻഡിൽ പോലും അങ്ങനെയുള്ള ചിന്തകൾ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർ അറിയാൻ വേണ്ടിയിട്ടാണ്. അവർക്കിടയിലുള്ള ബന്ധങ്ങളിലായിരിക്കും ഇതുപോലത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാകാം. റിലേഷൻഷിപ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, റിലേഷൻഷിപ്പ് എങ്ങനെ ഒരാളുമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ ലവ് റിലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസാണ് അടുത്ത കുറച്ച് നാളുകളായിട്ട് ഇടുന്നത്. റിലേഷൻഷിപ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, റിലേഷൻഷിപ്പ് എങ്ങനെ ഒരാളുമായിട്ട് ഉണ്ടാക്കിയെടുക്കാം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ കുറേ വീഡിയോസ് ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. വിഷയം ലവും റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഇന്നത്തെ ടോപ്പിക്ക് കുറച്ച് വ്യത്യാസമുള്ളതാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ പലരും ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ആയവരും അല്ലെങ്കിൽ ബ്രേക്കപ്പിൻ്റെ വക്കിലൊക്കെ നിൽക്കുന്നവരുമായിരിക്കും. ആ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട ഇമോഷണലി ഒരുപാട് ചിന്തകളും കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ കൂടെ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന നമുക്കിടയിലുണ്ടായിരുന്ന പലരും ഇപ്പോൾ പ്രേമ നൈരാശ്യത്തിൻ്റെ പേരിൽ കടുങ്കൈ ചെയ്ത് പോയിട്ടുള്ളവർ പലരും കാണും. ഒരുപക്ഷെ നിങ്ങളുടെ മൈൻഡിൽ പോലും അങ്ങനെയുള്ള ചിന്തകൾ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർ അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സമയമെന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിൽ ആ റിലേഷൻഷിപ്പും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും മാത്രമുള്ള ഒരൊറ്റ മൈൻഡിലാണ് നമ്മളിരിക്കുന്നത്. സത്യത്തിൽ ഒരു കടുങ്കൈ ചെയ്യാൻ മാത്രം അല്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പിക്കാൻ മാത്രം എന്തെങ്കിലും ഒരു കാര്യമാണോ ഈ പ്രണയം, സ്നേഹം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ലവ് എന്ന് പറയുന്നത്? ചില കാര്യങ്ങൾ നമ്മൾ എടുക്കേണ്ട രീതിയിൽ എടുക്കുകയും അതുപോലെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കുകയും വേണം. ഒരാളോട് എങ്ങനെ നമുക്ക് സ്നേഹം തോന്നുന്നു അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ലവ് എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ ക്ലാരിറ്റി ഞാൻ തരാം. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺസ് ഉണ്ട്. ഈ ഹോർമോൺസിൽ പലതും നമ്മുടെ വികാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവയാണ്. ഈ ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ തലച്ചോറാണ്. നമുക്കൊരാളോട് ലവ് തോന്നുന്നതും ഇതേ ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ കാരണം തന്നെയാണ്. അതീവ സുന്ദരിയോ അല്ലെങ്കിൽ സുന്ദരനോ ആയ ഒരാളെ കണ്ടിട്ട് അപ്പം തന്നെ നമ്മുടെ തലച്ചോറ് ഡിറ്റക്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ലവ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അവരോട് ഒരു അട്രാക്ഷൻ തോന്നും. അതായത് നമുക്ക് അവരോട് ഒരു ലവ് തോന്നും, ഒരു സ്നേഹം തോന്നും, ഒരു ക്രഷ് തോന്നും, എന്ത് വേണമെങ്കിലും പറയാം. ഒരാളെ കണ്ടിട്ട് അയാളോട് ക്രഷ് അടിച്ചു അല്ലെങ്കിൽ സ്പാർക്ക് അടിച്ചു എന്നൊക്കെ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ആ സമയത്ത് അയാളെ ചുറ്റിപ്പറ്റിയുള്ള ലവ് ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ആവുന്നത് കൊണ്ടാണ്. ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ, ചില ഹോർമോൺസ് നടത്തുന്ന അല്ലെങ്കിൽ ഹോർമോൺസ് കാരണം നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന ചില കെമിക്കൽ റിയാക്ഷൻസ് കാരണം ഉണ്ടാകുന്ന ഒരു വികാരം, ഒരു സിമ്പിളായിട്ടുള്ള ഒരു വികാരം മാത്രമാണ് ലവ് എന്ന് പറയുന്നത്. ഈ ഒരു വികാരവുമായി ബന്ധപ്പെട്ട് ഒരു മുൻപരിചയമില്ലാത്ത പല തോന്നലുകളും ചിന്തകളും ആ ചിന്തകളെ ബേസ് ചെയ്തിട്ടുള്ള പല ആക്ഷനുകളുമാണ് പിന്നീട് സിമ്പിളായിട്ടുള്ള ഈ വികാരത്തെ നമ്മുടെ ജീവിതത്തിലെ എന്തോ ഒരു വലിയ ഭാഗമാക്കി മാറ്റുന്നു. നമുക്ക് തോന്നിയ പോലെ നമ്മുടെ ക്രഷിന് നമ്മളോട് തോന്നിയ സ്നേഹവും ഒരു കെമിക്കൽ റിയാക്ഷൻ മൂലം ഉണ്ടായത് തന്നെയാണ്. ഈ കെമിക്കൽ റിയാക്ഷൻ അതുമല്ലെങ്കിൽ ഈ ലവ് ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ, ഇത് സത്യം പറഞ്ഞാൽ ഇംബാലൻസ്ഡ് ആണ്. അതായത് ഇത് കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും. ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ ആ വ്യക്തിയോടുള്ള ഇഷ്ടം കൂടുന്നു, ആ ഫീലിംഗ് കൂടുന്നു. ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ ആ വ്യക്തിയോടുള്ള ഇഷ്ടവും അയാളോടുള്ള ആ ഫീലിങ്ങും കുറയുന്നു. ഒരുപക്ഷെ നമ്മളിൽ പലർക്കും ഈ കാര്യങ്ങൾ അറിയുമായിരിക്കും. എന്നാൽ ഇതറിയാത്ത ഒരു വിഭാഗം ആളുകൾ വേറെയുണ്ട്. അവരാണ് കൗമാരക്കാർ അല്ലെങ്കിൽ ടീനേജേഴ്സ്. അവർക്കിടയിലുള്ള ബന്ധങ്ങളിലായിരിക്കും ഇതുപോലത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാകാറ്. അവരാകട്ടെ ഈ വികാര വിചാരങ്ങളെപ്പറ്റിയൊക്കെ അറിഞ്ഞു വരുന്നൊരു പ്രായമാണ്. അതുകൊണ്ട് ഇങ്ങനൊരു വികാരമൊക്കെ ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്നുള്ളതിനൊരു കൃത്യമായ ഐഡിയ അവർക്കുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ ഇതിന് ശേഷം എന്ത് ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ അവർക്കുണ്ടായിരിക്കില്ല. പല രാജ്യങ്ങളിൽ നടത്തിയ അന്വേഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രേമ നൈരാശ്യത്തെ തുടർന്ന് കടുങ്കൈ ചെയ്തിട്ടുള്ളത് കൗമാരപ്രായത്തിലുള്ള കുട്ടികളാണ്. അത് ആ പ്രണയം നഷ്ടപ്പെട്ടതുകൊണ്ടല്ല, മറിച്ച് അതിനെ തുടർന്നുണ്ടായ ആ വികാരങ്ങളെ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അതല്ലെങ്കിൽ അതെങ്ങനെ നിയന്ത്രിക്കണം എന്നതിനെപ്പറ്റി കൃത്യമായൊരു ഐഡിയ അവർക്കില്ല. അതുകൊണ്ടാണ് നഷ്ടപ്പെട്ട ആ റിലേഷൻഷിപ്പുമായി ബേസ് ചെയ്തിട്ടുള്ള ഓർമ്മകളും ആ വ്യക്തിയെ ബേസ് ചെയ്തിട്ടുള്ള വികാരങ്ങളും അവരെ പിന്നീട് ഒരു പോയിന്റിലെത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ കൗമാരപ്രായത്തിൽ സെക്സ് എഡ്യൂക്കേഷൻ്റെ കൂടെ തന്നെ ഇതുപോലത്തെ കാര്യങ്ങളും കൂടി അവരെ പറഞ്ഞ് പഠിപ്പിക്കണം. ലവ് എന്ന വികാരം അല്ലെങ്കിൽ സ്നേഹം എന്ന വികാരം അത് തീർച്ചയായിട്ടും മനുഷ്യന് വേണം. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യരോട് തീർച്ചയായിട്ടും വേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ലവ് ഉണ്ടാകുന്നതിൻ്റെ ശാസ്ത്രം, അതിൻ്റെ സയൻസ് അതെന്താണെന്നും കൂടി അവർക്ക് പറഞ്ഞുകൊടുക്കും. വെറും കുറച്ച് ഹോർമോൺസിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻ കാരണം ഉണ്ടാകുന്ന ഒരു വികാരം കാരണം കളഞ്ഞു കുളിക്കാനുള്ളതല്ല സത്യത്തിൽ ജീവിതം എന്ന് പറയുന്നത്. അതും കൂടി അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇനിയും ഈ വക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന വ്യക്തിക്ക് ആ റിലേഷൻഷിപ്പ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നും അതല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടാൽ അതിനെ ഏത് രീതിയിൽ എടുക്കണമെന്നും
അയാൾക്ക് കൃത്യമായൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കാര്യം അറിഞ്ഞിരിക്കേണ്ടത് തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. അത് എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ടതുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ഗുഡ് ബൈ.